ഭക്ഷണത്തോടുള്ള അമിതമായ ഭ്രമം വളർന്ന് എന്ത് കഴിച്ചാലും എത്ര കഴിച്ചാലും മതിവരാത്ത തരത്തിലേക്ക് അത് വളർന്ന് പന്തരിക്കുകയാണ്. ഇത് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വലിയ വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ കൗണ്ടറുകളിലേക്കാണ്. അവിടെ ഓരോ കൗണ്ടറിലും ഒരുക്കിയിട്ടുള്ള വലിയ വലിയ മെഷീനുകളിൽ നിന്ന് ഒന്നിൽ നിന്ന് തുടങ്ങി അവസാനത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോഴേക്കും നമ്മുടെ കിടപ്പാടവും ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കും. അവസാനം വീടിന് മുന്നിലുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ നമ്മളൊരു പടമായി തൂങ്ങിയാടുമ്പോൾ ആ കഥ അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ നമ്മുടെ പൂർവികർ നാം എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര കഴിക്കണമെന്ന് വളരെ വ്യക്തമായും ആഹാരത്തെക്കുറിച്ച് വളരെ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അവയെല്ലാം നമ്മൾ പാടെ വിസ്മരിച്ചിരിക്കുകയാണ്. ഇന്ന് പണ്ട് അമ്മി കുത്താനുണ്ടോ എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ വലിയ സംഘങ്ങൾ വീടുകൾ കയറി ഇറങ്ങി ഓഫറുകൾ പറഞ്ഞ് നടക്കുകയാണ്. തന്നെയുമല്ല, ഓരോ മുക്കിലും മൂലയിലും സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ രോഗനിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. എന്നാൽ മതങ്ങളും ഈ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊന്നും രോഗം വരാതിരിക്കാനുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.